നമ്മളിനി അടുത്തത് കാണാൻ പോകുന്നത് ട്രാൻസ്പോസോൺസ് ഇൻ ബാക്ടീരിയ ആണ്. ഓരോ ഓർഗാനിസം ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ട്രാൻസ്പോസോൺസും അതിൻ്റെ പെക്യൂലിയർ ഫീച്ചേഴ്സുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസിൽ ഒന്നാമത്തതാണ് IS എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ISൻ്റെ ഫുൾ ഫോം ഇൻസേർഷൻ സീക്വൻസസ് എന്നാണ്. ഇൻസേർഷൻ സീക്വൻസസ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തേക്കുന്നത് ഈക്കോളയിലാണ്. ഈക്കോളയിൽ പല ജീനിൻ്റെ ഇടക്കായിട്ട് പുതിയ DNA സീക്വൻസസ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടതായിട്ട് ഒബ്സർവ് ചെയ്തു. അതുകൊണ്ടാണ് ആ പേര് ഇൻസേർഷൻ സീക്വൻസ് എന്നുള്ള പേര് വന്നത്. ബാക്ടീരിയൽ കാണുന്ന ട്രാൻസ്പോസോൺസിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ട്രാൻസ്പോസോൺസ് ആണ് ഈ IS എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ IS എലമെൻറ്റ്സിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോസിഷൻ നടക്കുന്നത് വളരെ ലോ ഫ്രീക്വൻസിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് ട്രാൻസ്പോസോൺസ് പ്രസൻറ്റ് ഇൻ സെൽ എന്ന് പറയുന്നത് റെയർ ആയിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ട്രാൻസ്പോസിഷൻ റേറ്റ് എന്ന് പറയുന്നത് 10⁵ to 10⁷ സെൽസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1 എന്നുള്ളതാണ്. അപ്പം അത്രയും റേറ്റ് കുറവാണ്, ഫ്രീക്വൻസി കുറവാണ് IS എലമെൻറ്റ്സിൻ്റെ പ്രസൻസ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, IS എലമെൻറ്റ്സ് വേറെ പല കാര്യത്തിനും സഹായിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫേഴ്സ് പഠിക്കും. അപ്പം ഒരു ബാക്ടീരിയയിൽ നിന്ന് അടുത്ത ബാക്ടീരിയയിലേക്ക് പോകും, ഒരു ബാക്ടീരിയയിൽ നിന്ന് അടുത്ത ജനറേഷൻ ഓഫ് ബാക്ടീരിയയിലേക്ക് പോകും, അല്ലേ? അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻറ്റും കൂടിയാണ് IS എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ദ സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ട് ടു ബാക്ടീരിയൽ ജീനോം പ്ലാസ്റ്റിസിറ്റി, ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പം പ്ലാസ്മിഡ്സിലേക്ക് ഈ IS എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് ആ പ്ലാസ്മിഡ് വേറൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അല്ലെങ്കിൽ വൈറൽ പാർട്ടിക്കിൾസ് ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുമ്പോൾ വൈറൽ ജീനോമിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ട് വൈറസ് അവിടെ നിന്ന് മാറിയിട്ട് ലൈറ്റിക് സൈക്കിൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുതിയൊരു ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ പുതിയ ബാക്ടീരിയയിലേക്ക് ആ ഒരു സെഗ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫറിന് ബാക്ടീരിയൽ DNAയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് കൂടിയാണ് IS എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ നോക്കുക, നിങ്ങൾ ഒരു വളരെ സിംപ്ലസ്റ്റ് ഫോമാണ് എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ നോക്കുക, നമ്മൾ നേരത്തെയൊക്കെ കണ്ടതുപോലെ ഒരു ടാർഗറ്റ് സൈറ്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡ്യൂപ്ലിക്കേറ്റഡ് ടാർഗറ്റ് സൈറ്റ് ആണ്. ആൻഡ് ദാറ്റ് യൂഷ്വലി ഹാവ് 5 to 11 ബേസ് പെയർസ്. ഓക്കെ, അപ്പോൾ 5 to 11 ബേസ് പെയർസ് ലോങ് ആയിട്ടുള്ള ടാർഗറ്റ് സീക്വൻസസ് ഉണ്ടാവും. ഓക്കെ, അത് രണ്ട് സൈഡിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക, ഇൻവേർട്ടഡ് സീക്വൻസസ് ആണ്, അല്ലേ? ഇത് ഇതൊരു ഇൻവേർട്ടഡ് സീക്വൻസ് ആൻഡ് നെക്സ്റ്റ് വൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സിമിലർ സീക്വൻസ് പ്രസൻറ്റ് ആവുക. അതാണ് ഇൻവേർട്ടഡ് സീക്വൻസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇൻവേർട്ടഡ് സീക്വൻസസ് പ്രസൻറ്റ് ആയിരിക്കും. ഈ ഇൻവേർട്ടഡ് സീക്വൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 50 ബേസ് പെയർസ് ലോങ് ആയിരിക്കും. അതിനകത്തായിട്ടാണ് നോർമലി എല്ലാ ട്രാൻസ്പോസോൺസിലും കാണുന്നത് പോലെ ട്രാൻസ്പോസോമൽ എലമെൻറ്റ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് വിൽ ബി കോഡിങ് ഫോർ ദ പ്രോട്ടീൻ. ആ പ്രോട്ടീൻ കോഡിങ് റീജിയൻ എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലക്സസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കോംപ്ലക്സസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒന്നും അത് ഷെയർ ചെയ്യുന്നില്ല. മറിച്ച് ഒരേ ഒരു പ്രോട്ടീൻ മെയിനായിട്ട് ട്രാൻസ്പോസേസ് എന്ന് പറയുന്ന എൻസൈം, അതായത് ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ട്രാൻസ്പോസേസ് എൻസൈം പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് മാത്രമാണ് ആ പ്രോട്ടീൻ കോഡിംഗ് റീജിയനിലുള്ളത്. ആ പ്രോട്ടീൻ കോഡിംഗ് റീജിയൻ ഉൾക്കൊള്ളുന്ന IS എലമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 to 2 kb എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 ബേസ് പെയർസ് വരെ നീളത്തിലായിരിക്കും ഈ ഒരു കമ്പോണൻറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇത്രയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ തിയറി എക്സാമിന് നോക്കുമ്പോൾ ഈ ഒരു ഇത് വേണം. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്പോസോൺസ് ഹാവ് CSE ക്വസ്റ്റ്യൻ ഇൻവേർട്ടഡ് സീക്വൻസസ് എന്നുള്ളത് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഈ IS എലമെൻറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. എല്ലാ ട്രാൻസ്പോസോൺസിൻ്റെ കേസിൽ ഒരു ഇൻവേർട്ടഡ് സീക്വൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും വിത്ത് എക്സംഷൻസ്. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം സൂക്ഷിക്കുക. ഈ എക്സാമ്പിൾസൊക്കെ പറയുമ്പോൾ ഇൻവേർട്ടഡ് സീക്വൻസസ് ഉള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നൗ ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത്, ട്രാൻസ്പോസിഷൻ മെക്കാനിസവും കൂടെ നിങ്ങൾ പഠിക്കണം. IS എലമെൻറ്റ്സിൻ്റെ കേസിൽ നോർമൽ കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസമാണ് അവിടെ നടക്കുക എന്നുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, ഒരു കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം വിൽ ബി ദർ. നമ്മൾ കമ്പോണൻസ് കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ കട്ട് ആൻഡ് പേസ്റ്റ്, അതായത് DNA ട്രാൻസ്പോസോൺസ് എങ്ങനെയാണോ ട്രാൻസ്പോസിഷൻ നടത്തുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് മെക്കാനിസമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക, കട്ട് ആൻഡ് പേസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ കട്ട് ആൻഡ് പേസ്റ്റ് പ്രോസസ്സിൽ നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അതേ മെക്കാനിസമാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കമ്പോണൻസിന് പേര് കൊടുത്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം ഇതിൽ കുറേ ഫാമിലി ഉണ്ട്, IS 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട്. IS 4 വരുന്നതാണ് TN ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നുണ്ട്. കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസ്, നോൺ കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ IS മാത്രമാകുമ്പോൾ സിമ്പിൾ ട്രാൻസ്പോസോൺസ് ആണ്. IS ഒരു ട്രാൻസ്പോസോണൽ എലമെൻറ്റിനെ ബോർഡർ ചെയ്തുകൊണ്ട് അപ്പുറവും ഇപ്പുറവും 2 IS എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസ് എന്ന് വിളിക്കുക. IS എലമെൻറ്റ്സ് ഇല്ലാത്ത വലിയ ട്രാൻസ്പോസോൺസിനെയാണ് നോൺ കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇത് സിമ്പിൾ ട്രാൻസ്പോസോൺസ് ആണ് IS എന്ന് പറയുന്നത്. അപ്പം IS 4 വരുന്ന TN ഒക്കെ എന്താണ്, ഒരു കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസിന് എക്സാമ്പിളാണ്. ആ ട്രാൻസ്പോസോൺസിൻ്റെ 2 സൈഡിലും ഇപ്പോൾ ഇൻവേർട്ടഡ് സീക്വൻസ് കണ്ടതുപോലെ തന്നെ ആ ഇൻവേർട്ടഡ് സീക്വൻസിൻ്റെ അപ്പുറത്തേക്ക് എന്തുണ്ടാവും, ഈ IS എലമെൻറ്റ്സ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എനിവേ നമുക്ക് സിമ്പിളായിട്ടുള്ള കോപ്പി ആൻഡ് പേസ്റ്റ് മെക്കാനിസം നോക്കാം. നമുക്ക് IS എലമെൻറ്റ്സിൻ്റെ നോക്കാം. നിങ്ങളുടെ ഒരു ഡോണർ DNA ഉണ്ട്. ഓക്കെ, ഇവിടെയായിട്ട് എന്തുണ്ടാവും, ടാർഗറ്റ് സൈറ്റ് ഉണ്ടാവും. ഈ ടാർഗറ്റ് സൈറ്റിൻ്റെ ഇപ്പുറം ഇൻവേർട്ടഡ് സീക്വൻസിൻ്റെ ബിഗിനിങ്ങിൽ എന്ത് ചെയ്യും, ഒരു ബ്ലണ്ട് എൻഡ് കട്ടിലായിരിക്കും ഇത് പോവുക അല്ലേ. ബ്ലണ്ട് എൻഡ് കട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല അല്ലേ. സ്റ്റാഗേർഡ് എൻഡ് കട്ട് എന്ന് നമ്മൾ കണ്ടത് ഇങ്ങനെ ഒരു കട്ടിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് എൻഡ് കട്ട് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കാണാം, ഈ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു എക്സ്റ്റൻഷൻ കാണാം. ഇതാണ് സ്റ്റാഗേർഡ് എൻഡ് കട്ട്. ഓക്കെ, നോർമൽ കട്ട് ആൻഡ് പേസ്റ്റിൽ എന്താണ്, ഒരു ബ്ലണ്ട് എൻഡ് കട്ടാണ് നടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രാൻഡും ഓപ്പോസിറ്റ് സ്ട്രാൻഡും കട്ട് ചെയ്യപ്പെടുന്ന റീജിയൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ആസ് എ റിസൾട്ട് ഒരു ബ്ലണ്ട് എൻഡ് കട്ടായിട്ടുള്ള IS എലമെൻറ്റ്സ് ഇവിടെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. നൗ ടാർഗറ്റ് DNA നോർമലി എങ്ങനെയാണോ കോട്ട് ആൻഡ് പേസ്റ്റിൻ്റെ മെക്കാനിസത്തിൽ കണ്ടത്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സ്പെസിഫിസിറ്റി ഒന്നുമില്ല ടാർഗറ്റ് സൈറ്റിന്, മറിച്ച് ഏതെങ്കിലും ഒരു 2 ന്യൂക്ലിയോടൈഡിൻ്റെ ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുക ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ. അപ്പം ആസ് എ റിസൾട്ട് ഇവിടെ ഒരു സ്റ്റാഗേർഡ് എൻഡ് കട്ടാണ് ടാർഗറ്റ് DNAയിൽ നടക്കുക. എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്റ്റാഗേർഡ് എൻഡ് കട്ട് ടാർഗറ്റ് DNAയിൽ നടന്നത്? ഫോർ ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ടാർഗറ്റ് സൈറ്റ് ആണ്, അത് നിങ്ങൾക്കറിയാം. ഓക്കെ, ഫോർ ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ടാർഗറ്റ് സൈറ്റ്. നോർമലി 9 ബേസ് പെയർസ് ഉള്ള ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് കാണുക. നിങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. IS എലമെൻസിൻ്റെ കേസിൽ 5 to 11 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ സ്റ്റാഗേർഡ് എൻഡ് കട്ട് നടത്തുകയാണ്. ഒരു സ്ട്രാൻഡ് കട്ട് ചെയ്യുന്ന ഇവിടെയാണ്, അടുത്ത സ്ട്രാൻഡ് കട്ട് ചെയ്യുന്ന ഇവിടെയാണ്. ആസ് എ റിസൾട്ട് ഇത് രണ്ടിനും വന്നിട്ട് ഇതുപോലത്തെ ഒരു എക്സ്റ്റൻഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ, ഇവിടെ കണ്ടതുപോലെ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. സോ ദാറ്റ്സ് വാട്ട് വി ക്യാൻ സീ ഹിയർ. സോ ട്രാൻസ്പോസേസ് എൻസൈം എന്ത് ചെയ്തു, ഇവിടുന്ന് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. ഓക്കെ, ഇത് കട്ട് ചെയ്യുന്ന മെക്കാനിസം എന്തായിരുന്നു, ഈ ഒരു 3-OH അല്ലേ, ഈ ഒരു 3-OH എന്ത് ചെയ്തു, വിൽ ബി അറ്റാക്കിംഗ് ദി 5' ഫോസ്ഫേറ്റ്. അപ്പോൾ ട്രാൻസെസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കും. ഇത് നമ്മൾ കഴിഞ്ഞ മെക്കാനിസത്തിലൊക്കെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ട്രാൻസെസ്റ്ററിഫിക്കേഷൻ നടക്കുന്നു. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും, ഈ 3' ഈ 5' തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ 5' ഈ 3' തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും. ആൻഡ് ദർ വിൽ ബി എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദിസ് 3' ആൻഡ് ദിസ് 5' ആൻഡ് ദിസ് 5' ആൻഡ് ദിസ് 3'. DNA റിപ്പയറിംഗ് എൻസൈം, ഹോസ്റ്റ് സെല്ലിലുള്ള DNA റിപ്പയറിംഗ് എൻസൈംസ് എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂസ് ഇവിടം വരെ കൊണ്ടുവെക്കും, ഇത് കണ്ടിന്യൂസ് ഇവിടം വരെ കൊണ്ടുവെക്കും. ആസ് എ റിസൾട്ട് എന്ത് സംഭവിച്ചു, ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ നടന്നു. ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ നടന്നാലും ഇവിടെ ഒരു എസ്റ്റർ ബോണ്ടിൻ്റെ ഫ്രീ ഉണ്ടാവും, ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ടിൻ്റെ ഫ്രീ ഉണ്ടാവും. ആൻഡ് ദാറ്റ് വിൽ ബി governed by the ligase enzyme. You can see here ligase enzyme എന്ത് ചെയ്യും, ആ ഒരു ബ്രേക്ക് നിക്ക് അവോയ്ഡ് ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് ഒരു ഫുൾ സീൽഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് അവിടെ പ്ലേസ് ചെയ്തായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് അതിൻ്റെ ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ, ഇതാണ് ഇൻവെർട്ടഡ് സീക്വൻസസ്, ആൻഡ് ദിസ് ഈസ് ദ ഒറിജിനൽ IS എലമെൻറ്റ് വിച്ച് ഈസ് ഹാവിങ് ദാറ്റ് പ്രോട്ടീൻ കോഡിംഗ് റീജിയൻ. അപ്പം അതാണ് IS എലമെൻസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ IS എലമെൻസിനെ കുറിച്ച് യൂണിവേഴ്സിറ്റി എക്സാമിന് തിയറി ചോദിച്ചു കഴിഞ്ഞാലും ഇതേ കാര്യം ഓർക്കുക. IS എലമെൻസിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും CSERന് ക്വസ്റ്റ്യനിൽ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് IS എലമെൻറ്റ്സ്. നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ഓരോ ടൈപ്പ് ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസും കാണാം. അപ്പം അതുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത TN എലമെൻറ്റ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും.